2022 ഓഗസ്റ്റ് 6 മുംബൈ DN നഗർ പോലീസ് സ്റ്റേഷനിലെ ASI ആയിരുന്ന രാജേന്ദ്ര ധോണ്ടു ഭോസ്ലെ അന്ന് അതീവ സന്തോഷവാനായിരുന്നു. 2015 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം ഓരോ ദിവസവും പ്രയത്നിച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 166ാമത്തെ പെൺകുട്ടി അവളുടെ അമ്മയുടെ അരികിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. DN നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസുകൾ 2008 മുതൽ കൈകാര്യം ചെയ്യുന്നത് ഭോസ്ലെ ആയിരുന്നു. 2015 ഭോസ്ലെ വിരമിക്കുന്നതുവരെ 166 മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ 165 പെൺകുട്ടികളെയും ഭോസ്ലെ കണ്ടെത്തി. എങ്കിലും 166ാമത്തെ പെൺകുട്ടിയെ മാത്രം കണ്ടെത്താനായില്ല. 2013 ആ പെൺകുട്ടിയെ കാണാതാവുന്നത്. അന്നു മുതൽ 2015 വരെ 2 വർഷത്തോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഭോസ്ലേക്ക് ഒരു തുമ്പും കണ്ടെത്താനായില്ല. ആ ഒരു വിഷമത്തോടെയാണ് അദ്ദേഹം 2015 വിരമിക്കുന്നത്. വിരമിച്ചതിന് ശേഷവും വെറുതെ ഇരിക്കാൻ ഭോസ്ലെ തയ്യാറായിരുന്നില്ല. ഓരോ ദിവസവും താൻ എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുള്ള ഒരു തുമ്പിനായി അദ്ദേഹം കേസ് ഫയലുകളിൽ പരതി. പിന്നെയും 7 വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി അതിന്റെ അമ്മയുടെ അടുത്തേക്ക് തിരികെ എത്തിയപ്പോഴാണ് ഭോസ്ലേക്ക് സമാധാനമായത്. യഥാർത്ഥത്തിൽ അന്നു മുതലാണ് ഭോസ്ലെയുടെ വിശ്രമ ജീവിതം തുടങ്ങിയത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. 2013 ജനുവരി 22 സ്കൂളിലേക്ക് പോയ 7 വയസ്സുകാരിയായ പൂജ ഗൗഡിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുന്നത്. അവൾ അവളുടെ സഹോദരൻ രോഹിത്തിനൊപ്പമാണ് സ്കൂളിലേക്ക് പോയത്. എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഗിൽബർട്ട് ഹില്ലിലുള്ള മുത്തശ്ശനെ അവർ സന്ദർശിക്കാറുണ്ടായിരുന്നു. മുത്തശ്ശൻ എന്നും അവർക്ക് 10 രൂപ പോക്കറ്റ് മണി കൊടുക്കും. ആ പോക്കറ്റ് മണിയെ ചൊല്ലി അവർ തമ്മിലൊന്ന് വഴക്കുണ്ടായി. തന്റെ വിഹിതമായ 5 രൂപ തരണമെന്ന് രോഹിത്തിനോട് പൂജ വാശി പിടിച്ചു. എന്നാൽ ഇപ്പോൾ തന്റെ കയ്യിൽ 5 രൂപ തരാനില്ല, ഇന്റർവെല്ലിന് തരാമെന്ന് രോഹിത്തും പറഞ്ഞു. എന്നാൽ പൂജ അതിന് സമ്മതിച്ചില്ല. അവൾ രോഹിത്തിനോട് പിണങ്ങി. അപ്പോൾ തന്നെ സമയം താമസിച്ചിരുന്നു. രോഹിത് സ്കൂളിലേക്ക് ഓടി. പൂജയോടും ഒപ്പം വരാൻ പറഞ്ഞു. എന്നാൽ രോഹിത്തിനോട് പിണക്കത്തിലായിരുന്ന പൂജ അതിന് കൂട്ടാക്കിയില്ല. അവൾ രോഹിത്തിനോട് പിണങ്ങി മാറി നടന്നു. അങ്ങനെയാണ് സ്കൂളിന് പുറത്ത് അലഞ്ഞു നടക്കുന്ന ആ പെൺകുട്ടിയെ ഹാരി ജോസഫ് ഡിസൂസ എന്നയാൾ ശ്രദ്ധിക്കുന്നത്. ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് അയാൾ ആ പെൺകുട്ടിയെ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. കർണാടക സ്വദേശിയായ ഹാരി ജോസഫ് ഡിസൂസയും ഭാര്യ സോണിയും വർഷങ്ങളായി മുംബൈയിലായിരുന്നു താമസം. വിവാഹം കഴിഞ്ഞ് ഒട്ടേറെ വർഷങ്ങളായെങ്കിലും അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ കടുത്ത നിരാശയിലാണ് ആ ദമ്പതികൾ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് സ്കൂളിന് പുറത്തുവെച്ച് ഡിസൂസ പൂജയെ കാണുന്നത്. ഒരു കുഞ്ഞു വേണമെന്ന് അവരുടെ ആഗ്രഹം സഫലമാക്കാൻ ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് ഡിസൂസ ഉറപ്പിച്ചു. അങ്ങനെയാണ് അയാൾ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. സ്കൂളിൽ നിന്ന് കുട്ടി തിരിച്ചെത്താത്തതിനെ തുടർന്ന് പൂജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. അന്ന് ASI ആയിരുന്ന രാജേന്ദ്ര ധോണ്ടു ഭോസ്ലേക്കായിരുന്നു അന്വേഷണ ചുമതല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അവർ കുട്ടിയെ സകലയിടങ്ങളിലും തിരഞ്ഞു. എങ്കിലും നിരാശയായിരുന്നു ഫലം. ഇതിനകം തന്നെ ഈ സംഭവം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. അന്വേഷണങ്ങളൊന്നും ഫലം കാണാതെ വന്നപ്പോൾ തെരുവുകൾ തോറും പെൺകുട്ടിയുടെ ചിത്രം സഹിതം നോട്ടീസുകൾ പതിപ്പിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടതോടെ ഡിസൂസ പരിഭ്രാന്തനായി. താൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. എങ്കിലും ആ കുട്ടിയെ തിരികെ ഏൽപ്പിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ കുട്ടിയെ തന്റെ സ്വദേശമായ കർണാടകയിലെ റായ്ചൂരുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി. പിന്നീട് 3 വർഷത്തോളം പൂജ ആ ഹോസ്റ്റലിൽ തുടർന്നു. 2016 ഡിസൂസയ്ക്കും സോണിക്കും ഒരു കുഞ്ഞു പിറന്നു. സാമ്പത്തികമായി പിന്നാക്കം നിന്നിരുന്ന കുടുംബത്തിന് 2 കുട്ടികളുടെയും കൂടെ ചെലവ് നോക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പൂജയെ ഹോസ്റ്റലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതുമാത്രമല്ല, അവളെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നതിനുള്ള ജോലിക്കായി അവർ പറഞ്ഞയക്കാനും തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. പഴയ കാര്യങ്ങൾ കുറെയൊക്കെ പൂജ മറക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഡിസൂസയും കുടുംബവും പലതവണ വീടുകൾ മാറി. താൻ ചെയ്ത കുറ്റം കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ള പേടിയായിരുന്നിരിക്കാം അതിന് കാരണം. ഒടുവിൽ അവർ അന്തേരിയിലെ ഗിൽബർട്ട് ഹിൽ മേഖലയിലെത്തി. പൂജയുടെ യഥാർത്ഥ വീടിന് 1 കിലോമീറ്റർ മാത്രം ചുറ്റളവിനുള്ളിലായിരുന്നു ഡിസൂസയുടെ പുതിയ ഭവനം. തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ ഇനി ആരും തിരിച്ചറിയില്ല എന്നുള്ളതായിരുന്നു ഡിസൂസയുടെ ആത്മവിശ്വാസം. പോസ്റ്ററുകളും നോട്ടീസുകളും എല്ലാം തെരുവിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരുന്നു. ഒരു മുൻകരുതൽ എന്നോണം പെൺകുട്ടിയെ മറ്റുള്ളവരിൽ നിന്ന് സംസാരിക്കുന്നത് അയാൾ വിലക്കി. ഇതിനിടയിൽ പൂജയുടെ പിതാവ് മരിച്ചിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിനാലാണ് പൂജയെ അവർ തട്ടിക്കൊണ്ടു വന്നതെങ്കിലും ഒരു കുഞ്ഞു പിറന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പൂജയോട് വെറുപ്പ് തോന്നി. സോണി അവളെ പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു. ഡിസൂസയും മദ്യപിച്ചു കഴിയുമ്പോൾ സ്ഥിരമായി "നീ ഞങ്ങളുടെ കുഞ്ഞല്ല, നിന്നെ എവിടെ നിന്നോ ഞാൻ എടുത്തുകൊണ്ടു വന്നതാണ്" എന്നൊക്കെ പറയുമായിരുന്നു. ഇതെല്ലാം കേട്ട് അവൾക്ക് രക്ഷപ്പെടണമെന്ന് തോന്നിയെങ്കിലും പേടി കാരണം അവൾ അതിന് തുനിഞ്ഞില്ല. ആ ഇടയ്ക്കാണ് പൂജയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അവൾ പുതിയതായി ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ചെന്നു. അവിടുത്തെ വീട്ടുജോലിക്കാരി അവളുടെ മുഖത്തെ സങ്കടം കണ്ട് അവളോട് കാര്യങ്ങൾ തിരക്കി. പലതവണയായി അവർ ആ പെൺകുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടക്കം ഭയം തോന്നിയെങ്കിലും പതിയെ പൂജ മനസ്സ് തുറന്നു. അവളുടെ കഥകൾ കേട്ട് ആ ജോലിക്കാരിക്കുണ്ടായ സംശയമാണ് പൂജയെ തുണച്ചത്. അവർ പൂജ എന്ന് പേര് വെച്ച് ഗൂഗിളിൽ ഒന്ന് തിരഞ്ഞു. 2013 കാണാതായ പെൺകുട്ടിയെ പറ്റിയുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഗൂഗിളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ട ചില പോസ്റ്ററുകളിൽ ഫോൺ നമ്പറുകളും ഉണ്ടായിരുന്നു. അവർ ഇന്റർനെറ്റിൽ കണ്ട ചിത്രങ്ങൾ പൂജയെ കാണിച്ചു. അത് കണ്ടപ്പോൾ പൂജയ്ക്ക് പല കാര്യങ്ങളും ഓർമ്മയിലേക്ക് എത്തി. അതോടെ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കാനായി അവരുടെ ശ്രമം. ആദ്യത്തെ 4 നമ്പരും നിലവിലില്ലായിരുന്നു.
അഞ്ചാമത്തെ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരാൾ ഫോൺ എടുത്തു. പൂജയുടെ അയൽക്കാരനായ റഫീഖിന്റെ നമ്പറായിരുന്നു അത്. ഇതിനോടകം തന്നെ പെൺകുട്ടിയെ അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വ്യാജ കോളുകൾ അയാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ആ വീട്ടുജോലിക്കാരിയോട് പൂജയുടെ ചിത്രങ്ങൾ എടുത്തയക്കാൻ അയാൾ ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത ദിവസം പൂജ ജോലിക്കായി എത്തിയപ്പോൾ അവർ പൂജയോടൊപ്പം റഫീഖിനെ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോളിനിടയിൽ പൂജയുടെ ചിത്രം സ്ക്രീൻഷോട്ട് എടുത്ത് റഫീഖ് പൂജയുടെ അമ്മയെ കാണിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ തന്റെ മകളെ തിരിച്ചറിയുകയും പൊട്ടിക്കരയുകയും ചെയ്തു. പൂജയുടെ കുടുംബം പെട്ടെന്ന് തന്നെ വിവരം പോലീസിൽ അറിയിച്ചു. നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന റിട്ടയർഡ് ASI രാജേന്ദ്ര ദോഡു ബോസിലേക്കും അവർ വിവരങ്ങൾ കൈമാറി. പോലീസ് പൂജ ജോലി ചെയ്തിരുന്ന വീടിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ജൂഹു സൊസൈറ്റിയിലുള്ള ഒരു വീടായിരുന്നു അത്. പിന്നെ അധികം വൈകിക്കാതെ രാത്രി 8:20 പോലീസും പൂജയുടെ കുടുംബവും ജൂഹു സൊസൈറ്റിയിലെത്തി. ഈ സമയം താൻ പരിചരിക്കുന്ന കുഞ്ഞുമായി പൂജ പുറത്തേക്ക് ഇറങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ അമ്മ തന്റെ മകളെ തിരിച്ചറിഞ്ഞു. നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ആ അമ്മ തന്റെ മകളെ കാണുന്നത്. അവരുടെ ആ കൂടിക്കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണുകളിൽ ഈർന്നണിയിച്ചു. എന്നാൽ ആ സന്തോഷ നിമിഷം കാണാൻ പൂജയുടെ അച്ഛനും മുത്തച്ഛനും ഉണ്ടായിരുന്നില്ല. അവർ ഇതിനോടകം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. പൂജയുടെ തിരിച്ചുവരവിൽ അവളുടെ കുടുംബത്തോളം തന്നെ സന്തോഷിച്ച മറ്റൊരാളുണ്ട്. ആ കേസ് അന്വേഷിച്ച റിട്ടയർഡ് ASI രാജേന്ദ്ര ദോഡു ഭോസ്ലെ. അവളെ കണ്ടെത്തുന്നതിന് ഒരാഴ്ച മുമ്പും ഭോസ്ലെ ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. സംഭവം നടന്ന് നീണ്ട 9 വർഷങ്ങൾക്ക് ശേഷവും പൂജയെ കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം കുടുംബത്തിന് പകർന്നു നൽകിയത് ഭോസ്ലെയുടെ ഇടപെടലാണ്. സ്വന്തം ജോലി യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ഒട്ടേറെ പേര് ഈ ലോകത്തുള്ളപ്പോഴാണ് ഭോസ്ലെ വ്യത്യസ്തനാവുന്നത്. 2015 വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അതിനനുവദിച്ചില്ല. പിന്നീട് പൂജയെ കണ്ടെത്തുന്ന ദിവസം വരെയും ഭോസ്ലെ തന്റെ പ്രയത്നം തുടർന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസുകാരനായി വിരമിക്കാം, എന്നാൽ നിങ്ങളുടെ മനുഷ്യത്വം അതിനൊപ്പം വിരമിക്കരുത്. ഒരു മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മനുഷ്യനാവാൻ കഴിയില്ല, ഭോസ്ലെ പറയുന്നു. പൂജയുടെ തിരിച്ചുവരവിൽ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാത്ത മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ജൂഹു സൊസൈറ്റിയിലെ ആ വീട്ടിലെ ജോലിക്കാരി. പൂജയുടെ മുഖത്തെ വിഷമം മനസ്സിലാക്കി അവളുടെ കഥകൾ ചോദിച്ചറിഞ്ഞ് അവർ നടത്തിയ അന്വേഷണമാണ് 9 വർഷങ്ങൾക്ക് ശേഷം ആ അമ്മയ്ക്ക് തന്റെ മകളെ തിരിച്ചു നൽകിയത്. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.